ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനൊരു BR വീഡിയോ വീണ്ടും കളിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനൊരു പുതിയ ട്രിക്ക് കണ്ടായിരുന്നു ഗൈസ്. അതായത് നമ്മുടെ സ്ക്വിഡ് ഗെയിം ഗാർഡ്സിൻ്റെ ഫേസ് റിവീൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാനത് ചെയ്യാൻ നോക്കിയിട്ട് എന്ത് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഒന്ന് കണ്ട് ഗൈസ്, അവരുടെ കണ്ണും മുഖവും ഒന്ന് കണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എന്തോ അവരുടെ അണ്ണാക്കൊക്കെ കാണുന്നുണ്ട് ഗൈസ്. മുടി അണ്ണാക്ക് മാത്രം എനിക്ക് കാണണം ഗൈസ്, വേറെ ഒന്നും എനിക്ക് കാണത്തില്ല. സോറി, എനിക്കപ്പോൾ ആ ട്രിക്ക് വർക്കായില്ല. അത് കഷണ്ടിയാണോന്ന് എനിക്കറിയത്തില്ല. സൈഡിൽ രണ്ട് മുടി മാത്രമേ എനിക്ക് കാണാൻ പറ്റി ഗൈസ്, അല്ലാണ്ട് എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് എവിടെ ഇറങ്ങണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇറങ്ങിയിട്ട് ബൂയി അടിക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ബൂയി അടിക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. അടിക്കാൻ പറ്റൂലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ഈ സ്കേറ്റിംഗ് ബോർഡ് ആർക്കൊക്കെ കിട്ടി ഗൈസ്? ഫ്രീ ആയിട്ട് കിട്ടുന്ന നമ്മുടെ റിമോട്ട് സ്കേറ്റിംഗ് ബോർഡ്. എൻ്റെ പുറകിൽ നിൽക്കുന്നവർക്കും അത് തന്നെയാണ് കിട്ടിയേക്കുന്നത്, റിമോട്ട് സ്കേറ്റിംഗ് ബോർഡ് തന്നെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ മാർസ് ഇലക്ട്രിക്സിൽ ഇറങ്ങിയിട്ട് കില്ല് വാരിക്കൂട്ടാം ഗൈസ്. കിട്ടിയ നല്ലൊരു ഗണ്ണും കുറച്ച് എനിമീസിനെയും കിട്ടിയാൽ ഞാൻ വാരിക്കൂട്ടും ഗൈസ്. ഗണ്ണ് കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ ഒരു നല്ല ഗണ്ണും കൂടി ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരൻ നല്ല ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്. ഇവിടെ തന്നെ ദേ പോകണ ഒരു എനിമി ഞാൻ കണ്ടാൻ വിട്ട് ഓടുകയാണ് ഗൈസ്. ഓ, അവൻ എന്ത് ഡാമേജാണ് തരുന്നത് ഗൈസ്. എനിക്കൊന്ന് ഞാൻ ഇപ്പോഴേ തീർന്ന് എൻ്റെ മക്കളെ. 9-4 കൊണ്ട് അവൻ അടിച്ചത്. എൻ്റെ പൊന്ന്, കളി തീർന്നെന്നാ തോന്നുന്നത് ഗൈസ്. ഞാൻ ഇവിടെ ചെന്ന് നിർത്തിയിട്ട് പോവാ. ഇനി ആര് പൊക്കാനാ? ഇവൻ അവിടെ ചെന്നിട്ട് എങ്ങനെ പൊക്കാൻ എന്നെ? ഇനി ആരും പൊക്കത്തില്ല എന്നെ. ഞാൻ ഇവിടെ ചെന്ന് നിർത്തിയാലോ? ഇവൻ പൊക്കുവോ? അപ്പം നിർത്തുന്നില്ല ഗൈസ്, ഇവൻ പൊക്കൂന്ന് തോന്നുന്നു. ഞാൻ കുറേ പറഞ്ഞൊക്കെ നോക്കി, മൈക്കൊക്കെ ഓണാക്കി ക്യാ ബാത് ഹേ ബായ് എന്നൊക്കെ എന്തൊക്കെയോ ചോദിച്ചു. പൊക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. വീണ്ടും റിമോട്ടിൽ തന്നെ ഞാൻ വീണ്ടും ഇറങ്ങുന്നു ഗൈസ് മാർസ് ഇലക്ട്രിക്സിൽ. ഇനി പുലിയുടെ കളി എന്താവുന്നൊക്കെ അറിയാം ഗൈസ്. കളിച്ചിട്ട് നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ലാണ്ടൊക്കെ നമുക്കിപ്പോൾ വായിട്ട് അലക്കാന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഇറങ്ങിയിട്ട് വല്ല ഗണ്ണും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ എന്നെ കൊന്നവനെ എൻ്റെ ടീമിൻ്റെ തീർത്തിട്ടുണ്ട് ഗൈസ് ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് വല്ല ഗണ്ണും കിട്ടുമെന്ന് നോക്കാം. P90 ഉണ്ട്, പേടിക്കണ്ട. പിന്നെ ഫമാസ് 1 ഉണ്ട് ഗൈസ്. ഫമാസ് കൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ഗണ്ണാണ്, കാരണം അത്ര അടിച്ചാലും ചാവത്തില്ല. 4x സ്കോപ്പ് ഉണ്ടെങ്കിൽ അത്രയും കുഴപ്പമില്ല. അപ്പോൾ UMP കിട്ടി ഗൈസ്. അപ്പോൾ ഫമാസുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ UMP എടുത്ത്, പിന്നെ എന്നാലും കുഴപ്പമില്ല, UMP കുറച്ച് ഫാറായിട്ട് അടിക്കും, ഫെയറായിട്ടും അടിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മാഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ P90 കളഞ്ഞിട്ട് മാഗ് എടുത്ത് ഞാൻ, അപ്പോൾ കൈ കിട്ടണ കണ്ണും കളഞ്ഞിട്ട് വേറെ കണ്ണെടുക്കും. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഇനി നമുക്ക് വേറെ വല്ല കണ്ണും കൊണ്ടു നോക്കാം. ബൈസോൺ കിട്ടിയിട്ടുണ്ട്, അത് വേണ്ട. ബൈസോണൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? മാഗ് ഉണ്ടല്ലോ. അപ്പോൾ അതേണ്ട ആ സാധനം. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി നമുക്ക് MP5 കിട്ടും. അപ്പോൾ MP5 എടുക്കുക എന്നിട്ട് വേറൊരു ചലഞ്ച് കിട്ടി ഗൈസ്. അപ്പോൾ എനിക്കിവിടെ ആഴ്സണൽക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, എനിക്കല്ല ഗൈസ്, വേറെ ഏതൊരുത്തനാണ്. സോറി, മാറിപ്പോയി. അപ്പോൾ ഇനി നമുക്ക് MP5 എടുക്കാം. UMP കളഞ്ഞിട്ട് UMP കളഞ്ഞിട്ട് MP5 എടുത്തിട്ടുണ്ട്. എടുത്തില്ലേ? സോറി, ഞാൻ എടുത്തില്ല കേട്ടോ ഗൈസ്. അപ്പോൾ എടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് ചെന്നത്, പക്ഷെ എടുത്തില്ല. അമിത് രാജ് ക്ലോക്ക് ടവറിൽ നിന്നാത്തേണ്ടി തീർന്നിട്ടുണ്ട്. ഞാൻ റിവൈവ് ചെയ്യുമെന്ന് ചോദിച്ചില്ലേ, അപ്പോൾ അവൻ തീർന്നിട്ടുണ്ട്. ഇനി അവനെ ഞാൻ പൊക്കിയിടുന്ന പ്രശ്നമില്ല മോനെ, വേറെ ആരെയും പൊക്കിയിട്ട്. അപ്പോൾ ദണ്ടർ ആ ലൂട്ടിൻ്റെ പെട്ടി അവിടെ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ആ ലൂട്ടിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ നോക്കാം. നല്ല വല്ല കണ്ണുവാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. വേറെ ആരും ഇട്ടതാണെന്ന് തോന്നുന്നു. സ്നൈപ്പർ പോലത്തെ കണ്ണില്ലേ. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേസ്. അതായത് ഞാൻ നമ്മുടെ വെപ്പൺ മാസ്റ്റർ കളിച്ച്, വെപ്പൺ മാസ്റ്ററിൻ്റെ അകത്ത് ഇതേ കണ്ണ് കിട്ടി. ഇതേ കണ്ണിൻ്റെ പേര് തന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേസ്. അപ്പോൾ ഇവിടെ MP40 കിടപ്പുണ്ട്. അപ്പോൾ നോക്ക് ഗൈസ്, ഞാൻ UMP MP40 എടുത്തിരിക്കുന്നത്. ഞാനത് ശ്രദ്ധിച്ചില്ല ഗൈസ്. എനിമീനെ കണ്ടപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ MP40 ഇരിക്കുന്നത്. ഞാൻ ആ ഗണ്ണ് നോക്കിയപ്പോൾ MP40 കയ്യിൽ. എൻ്റെ മോൻ, ഇങ്ങനെയൊക്കെ മുഞ്ചാവോ? അപ്പോൾ ഞാൻ എവിടെ കളഞ്ഞതെന്ന് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു ഗൈസ്. ഞാൻ എല്ലായിടത്തും ഞാൻ അവിടെ വരെ പോയി നോക്കി, മാപ്പിലും എല്ലാം കിട്ടുമെന്ന് നോക്കി, ഞാൻ മാർക്ക് ചെയ്തെടുത്ത് വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ മാപ്പിലും അങ്ങനെയൊന്നും കാണിക്കില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് വന്നടിച്ചാൽ കൂടെ തന്നെ വീണ്ടും തിരിച്ചോടാമെന്ന് പറഞ്ഞ് ഇനി ഓടുക അല്ലാന്നുണ്ട് വേറെ വഴിയില്ലല്ലോ, നമ്മുടെ കണ്ണ് മാറിപ്പോയില്ലോ. അപ്പോൾ അവിടെ തേണ്ട ബാഗ് ലെവൽ 3, എൻ്റെ ബാഗ് ലെവൽ 1 ആണ്. അപ്പോൾ നമുക്ക് ബാഗ് ലെവൽ 3 ആക്കാം ഗൈസ്. ഓടിക്കോ, കണ്ടം വടി ഓടാം ഗൈസ്. പിന്നെ ആ കണ്ണ് ഇപ്പോഴാണ് ഞാനിപ്പോൾ ഈ ഓടുന്നത്, അത് വേറെ കാര്യം. എൻ്റെ ബാഗ് എടുത്തു ഗൈസ്, എൻ്റെ ബാഗ് ആ തെണ്ടി എടുത്തു. ആഴ്സണലും തുറന്നപ്പോഴത്തേക്ക് ആ തെണ്ടി. അപ്പോൾ എല്ലാം കൂടി എനിക്ക് തന്നെ പണിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ചെന്നില്ലെങ്കിൽ എൻ്റെ ആഴ്സണൽ പോവും. SKS മോനെ,
അപ്പോൾ ഞാനിവിടെ UMP കളഞ്ഞിട്ട് കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആഴ്സണൽ ഓപ്പൺ ആക്കിയെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഗെയ്സ്. അപ്പോൾ നമുക്കിനി ആഴ്സണലിൻ്റെ അടുത്തേക്ക് പോകണ്ടേ? ആഴ്സണലാണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ ഇവിടെ വല്ലതും ഉണ്ടോ നോക്കി. ഇവിടെ എങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫമാസ് ലെവൽ 3 ഉണ്ട്. അപ്പോൾ അതിന് നമുക്കൊന്നും വേണ്ട. അപ്പോൾ ആഴ്സണലിലേക്ക് നമുക്ക് ഇനി കയറി ചെല്ലാം ഗൈസ്. അപ്പോൾ ഇനി അവിടെ ഒരു ഓടി ചെല്ലണം. 4-മത്തവൻ എവിടെയോ കിടന്നവനാണ് ഗൈസ്. അവനിപ്പോൾ ആഴ്സണലിൻ്റെ ഇത് തുറന്നപ്പോഴത്തേക്ക് എവിടെ നിന്ന് ഓടി തന്നെ കണ്ട ഗൈസ്. മാൾ സെലക്ടറിൽ കിടക്കുന്നവനവൻ. അവൻ ഓടി വന്ന നമുക്ക് പവർ ഓഫ് ആഴ്സണൽ കീ. അപ്പോൾ AW ഉണ്ടെങ്കിൽ നമുക്ക് കേസ് വന്നിട്ട് AW എടുക്കാം ഗൈസ്. അപ്പോൾ ഉണ്ടോ എന്ന് നോക്കാം. AW ഉണ്ട് ഗൈസ്, AW ഉണ്ട്. അപ്പോൾ കേസ് കളഞ്ഞ് ഞാനിവിടെ AW എടുത്തിട്ടുണ്ട്. 5 ഉണ്ടേ ഉള്ളൂ. അപ്പോൾ ഇനി 10 ഉണ്ടയാക്കിയിട്ടുണ്ട്. വേറെ എല്ലാം ഉണ്ടോ നോക്കി. വേറെ ഉണ്ടൊന്നുമില്ല. അപ്പോൾ അറിയാണ്ട് മാറിപ്പോയതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ AW ഉണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ AW എടുത്ത്. ഇത് കണ്ടിട്ട് കൊതിയാകുന്നുണ്ട് ഗൈസ്. എന്നാലും AWൻ്റെ അത്ര നന്നായിട്ട് അടിക്കത്തില്ല. അപ്പോൾ AWയും തോംസണും തന്നെ കയ്യിലിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇനി നമുക്ക് എനിമീസിനെ തപ്പിപ്പോവാം. അപ്പോൾ ഇത് ഫാക്ടറിയിലൊരു സോളോ ഡെയർ. നമുക്ക് അവനെ കാച്ചി തീർക്കണം ഗൈസ്. അപ്പോൾ സോളോ ഡെയറൊക്കെ ഉള്ളിടത്ത് എന്തായാലും എനിമീസ് ഇങ്ങനെ വട്ടം കൂടി വളഞ്ഞു നിൽക്കും. അപ്പോൾ എനിക്കത് കുറച്ച് പാടായിരിക്കും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഞാൻ ബാഗ് എടുത്തിട്ട് നമ്മുടെ പിസ്റ്റലല്ലേ, പിസ്റ്റൽ അളന്നിട്ടുണ്ട്. പിസ്റ്റലാണോ നമ്മുടെ മിനി ഉണ്ട് അതാണോ എന്നൊരു പിടിയില്ല. അപ്പോൾ കാശ് എടുത്തിട്ടുണ്ട്. അവനെങ്ങനെയാണ് റിവൈവ് ചെയ്ത് വിടണത്? കുറേ നേരം ഹെൽമി ചോദിക്കുന്നത്. അപ്പോൾ അവനെങ്ങനെയാണ് റിവൈവ് ചെയ്ത് വിടണം. അപ്പോൾ ആദ്യം അവൻ നോക്കുന്നതുകൊണ്ട് ഞാൻ വെറുതെ വെന്യൂസിൻ്റെ അടുത്ത് ഷോ കാണിക്കാൻ ചെന്നാണ്. എന്നിട്ട് തുറന്ന് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിറങ്ങി പോയതല്ലേ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സോളോ ഡെയർ അങ്ങനെ എടുക്കാൻ പറ്റുമോ? സോളോ ഡെയർ സോളോ ആയിട്ട് ഇരിക്കുമ്പോഴല്ലേ. പിന്നെ അതെങ്ങനെയാണ് എനിക്ക് എക്യുപ്ഡായ അവിടെ കാണിച്ചില്ലായിരുന്നു ഗൈസ് എടുക്കാമെന്ന് പറഞ്ഞ രീതിയിൽ. അതെങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല ക്ലച്ച് വേണം. അപ്പോൾ ചെയ്യേണ്ട ഒരു ഗ്ലൂ വാളിട്ട് തോംസൺ എടുത്ത് ഇനി അപ്പോഴത്തേക്ക് ഞാൻ ഓർമ്മയുണ്ട് കേസ്. അവൻ നല്ല അടിയാണ്. അവൻ്റെ ഗ്ലൂ വാളൊക്കെ ഉണ്ട് കേസ്. നല്ല സെറ്റ് അടി വെച്ച് കൊടുത്തിട്ട് അവനെ ഞാനിവിടെ നോക്കാക്കിയിട്ടുണ്ട്. അവനെങ്ങനെ ഞാനിവിടെ നോക്കാക്കി. ഇനി അവൻ്റെ ലൂട്ട് എടുക്കുക, ഒരു സൂപ്പർ മെഡ് അടിക്കുക. ഇപ്പം അകത്ത് ഞാൻ ഒരുത്തനെ കണ്ടു. വെന്നി മെഷീൻ്റെ അടുത്ത് നമുക്ക് കേസ് അവിടെ ഒരു ഗ്ലൂ വാൾ നടക്കുന്നുണ്ടാ. ഇനി അവനെ ചെന്നങ്ങനെ കാച്ചുക. ഇനി അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അവൻ കയറിയതിന് അപ്പോൾ നല്ലൊരു 16-14 എന്ന് പറഞ്ഞ് കൊടുത്തു. അവൻ ഡിമിട്രി ഇട്ട് കേസ്. അപ്പോൾ ഞാൻ വീണ്ടും അടിച്ച് ആ ഡിമിട്രിനെ ഞാൻ ഇനി പൊങ്ങാൻ സമ്മതിക്കത്തില്ല കേസ്. അടിച്ച് തീർത്ത് ഡബിൾ ടെക്ക് ഡൗൺ എടുത്ത് ഇനി അവൻ്റെ ലൂട്ട് എടുക്കുക. MP5 3 ഉണ്ട്. MP5 3 ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ MP5 3 + AW. ഇനിയാണ് നിങ്ങൾ ശരിക്കും ഈ കളി കാണാൻ കിടക്കുന്നത്. അപ്പോൾ ഒരു അപ്പോൾ അവനിട്ട് വൂക്കൊങ്ങ് ഇട്ട് അപ്പോൾ ഞാൻ വീണ്ടും അടിച്ച് അവനെ നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് തന്നെ ട്രിപ്പിൾ ടിക്ക് ഡൗൺ ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ടീമേറ്റ് നോക്കി. അപ്പോൾ വേറൊരുത്തും ചാടിയിട്ടുണ്ട് ഗൈസ് ഇവിടേക്ക്. അപ്പോൾ ഒരു പേടിയില്ലാത്ത രീതിയിൽ നമ്മൾ ഫ്രീ ആണ്, ഗ്ലൂ വാളൊന്നും ഇടുന്നില്ല, അങ്ങ് ഇതാക്കും. അപ്പോൾ ഇവിടെ എവിടെ ഒരു എനിമി ചാടിയെന്ന് കാരണം കണ്ടില്ലായിരുന്നു ഗൈസ്. അപ്പോൾ അവനെ തപ്പിയാണ് ഞാനിപ്പോൾ പോയത്. അപ്പോൾ അവന് ഫുഡ് സ്റ്റെപ്പ്. അപ്പോൾ അവൻ്റെ കാര്യം അവൻ നോക്കിക്കോളുന്ന പ്രദേശം ഞാൻ വന്നിട്ട് ഇവിടെ ഒന്നും കണ്ടില്ല. പക്ഷെ അവനെ നോക്കാക്കി ഗൈസ്. ഇനി അവനെ അവൻ തന്നെയാണ് ഗൈസ്. ഞാൻ നേരത്തെ അടിച്ചു പോകുന്നില്ലേ, അവൻ തന്നെ. അപ്പോൾ അവനെ ഞാനിവിടെ നോക്കാക്കി തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി വീണ്ടും അവനെ ഫ്രീ ആയിട്ട് ഞാൻ റിവൈവ് ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ 1010 രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 2 പേരെയും കൂടി ഞാൻ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അല്ല, ഒരാളെ റിവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്. 1200 ആണ് 2 പേരെ റിവൈവ് ചെയ്യാൻ. ഒരു 100 കൂടിയും കിട്ടിയാൽ എനിക്ക് എല്ലാവരും റിവൈവ് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിനോട് കുറച്ച് ചോദിച്ചു നോക്കി. ബാധ ബായ് പൈസ ഇല്ലല്ലോ ഒന്ന് മണിയിലേലോ എന്നൊക്കെ ചോദിച്ചു നോക്കി ഗൈസ്. അപ്പോൾ അവനൊന്നും ഒരു ഇതില്ല. അപ്പോൾ മുകളിൽ ഒരുത്തൻ നിൽക്കുന്നു ഗൈസ്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മുകളിൽ 2 എനിമി ഗൈസ്. അപ്പോൾ ഒരുത്തൻ്റെ AW വെച്ച് കൊടുത്ത് നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അവനെ റിവൈവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കയറി ചെന്ന് അവനെ അങ്ങ് തീർക്കണം ഗൈസ്. അപ്പോൾ അവിടെ നല്ല അടിയാണ് അവൻ താഴത്തേക്ക് നോക്കി. അപ്പോൾ ഓറിയോണ്ട് കയറി ചെന്ന് അവൻ റിവൈവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇവനെയും കൂടി അങ്ങ് തീർക്കാം. ടീം വൈപ്പോട്ടാവും നോക്കി. ടീം വൈപ്പോട്ടല്ല ഗൈസ്, നമ്മുടെ പെൻറ്റാറ്റിക് ഡൗൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും എനിമി ഉണ്ട് ഗൈസ്. ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല ഗൈസ്. ഇനി ആ 2 പേരെ ഒന്ന് റിവൈവ് ചെയ്യണ്ടേ. 800 രൂപയുണ്ട്. 800 രൂപയ്ക്ക് എങ്ങനെ റിവൈവ് ചെയ്യാനാണ് ഗൈസ്? 2 പേര് 800 രൂപയ്ക്ക് റിവൈവ് ചെയ്യാൻ പറ്റത്തില്ല. 1300 ആയിട്ടുണ്ട്. അപ്പോൾ 2 പേര് റിവൈവ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറഞ്ഞ നെയിം പ്ലേറ്റും കേട്ടിട്ടുണ്ട്. ഇൻഹേലർ ഒരെണ്ണമുള്ളൂ ഗൈസ്. നല്ല അടി കിട്ടി ഗൈസ്. ഞാൻ സൂപ്പർമെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ അടിച്ചവനെ എൻ്റെ ടീമേറ്റ് ഇവിടെ നോക്കൊക്കെ ഉണ്ട്. അവനെ കൊല്ലാൻ തന്നെയാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ
എന്നെ കൊല്ലണ്ടൊന്നുമില്ല. സേഫ് സോൺ നല്ല പവറാണ് കേസ്, നല്ലോണമൊക്കെ എനിക്ക് ഡാമേജ് തരുന്നുണ്ട് സേഫ് സോൺ. അപ്പോൾ എനിക്ക് പേടിയുണ്ട് കേസ്, ഞാൻ സേഫ് സോണിൽ കിടന്ന് തന്നെ ചാവുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് കേസ്. അപ്പോൾ ഞാൻ വീണ്ടും മെഡിക്കറ്റ് അടിച്ച് ഒരു തുള്ളിയാണെങ്കിലും ആവശ്യമുള്ളതല്ല കേസ്. സേഫ് സോണിൻ്റെ അപ്പുറത്തുള്ള എനിമി നിന്ന് നല്ല അടി കിട്ടിയാൽ ഞാൻ അപ്പം തീരും. അതുകൊണ്ട് ഞാൻ മെഡിക്കറ്റൊക്കെ അടിച്ച് പതുക്കെ കയറാൻ എഴുതി. എനിക്കൊരു ആഴ്സണൽ കീം കിട്ടിയിട്ടുണ്ട് കേസ് ഇവിടെ. എനിക്ക് ആഴ്സണൽ തുറക്കാറുണ്ട്, പക്ഷേ സേഫ് സോണിൻ്റെ അടുത്ത് കിടന്ന് മുഞ്ചിയ എന്ത് ചെയ്യാനാണ് കേസ്. നല്ല ഇതുണ്ട് കേസ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പൊട്ടിച്ച് കുറച്ച് ഓറിയോൻ്റെ നമ്മുടെ കെയറോസിൻ്റെ പവറും പിയും കൂട്ടിയിട്ടുണ്ട് കേസ്. ഇനി ഓടുക, സ്ട്രെയിറ്റ് വെച്ച് ഓടുക. ഒരു ഇൻഹേലറും ഇല്ല എൻ്റെ കയ്യിൽ, ആകെ 11 മെഡുണ്ട്. അപ്പോൾ ഓടി ചെന്ന് എവിടെ നിന്നെങ്കിലും കവർ എന്നിട്ട് മെഡിക്കറ്റ് അടിക്കുക, എന്നല്ല വേറെ വഴിയില്ല. അപ്പോൾ സൈഡിൽ കൂടെ ഒരുത്തും കാറ് ടുങ് സഹൂർ കാറിൽ എൻ്റെ മോനെ. അപ്പോൾ അവൻ എന്നെ നോക്കി തന്നെയാണ് വന്നത് കേസ്. അപ്പോൾ സ്നൈപ്പർ വെച്ച് അടിച്ച്, പക്ഷെ കൊണ്ടില്ല. അപ്പോൾ ഗ്ലൂ വാൾ ഇട്ടങ്ങ് ഇതാക്കി. പിന്നെ അവൻ നല്ലതായിട്ട് അടിച്ചു കേസ്. അപ്പോഴത്തേക്കും ഞാൻ ഓരോന്നിട്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ നോക്കാക്കി. എൻ്റെ അമ്മോനെ അതാണ് ഭാഗ്യം, അല്ലാതെ ഇനിയിപ്പോൾ എല്ലാം മൂഞ്ചിയാന്. ഇനി അവൻ എവിടെ നിന്ന് അവൻ അവിടെ നിന്ന് എൻ്റെ കേസ് അവനൊന്ന് പൊക്കി വിട്ട എല്ലാത്തിനും ഞാൻ തന്നെ തീർത്തോളാം കേസ്. അപ്പോൾ അവൻ ട്രിപ്പിൾ ടെക്കിനോട് എടുത്തിട്ടുണ്ട്. ഞാൻ 6 കില്ലാണ് എടുത്തേക്കുന്നത് കേസ്. അപ്പോൾ അവൻ പൊക്കി വിട്ടിട്ടുണ്ട് കേസ്. അപ്പോൾ എൻ്റെ ടീമേറ്റ് നല്ല അടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അവിടെ ഗ്ലൂ വാൾ ഇട്ട് കൊടുത്തു, പക്ഷെ ഗ്ലൂ വാൾ ഇട്ട് മാറിപ്പോയി കേസ്. ഞാനവിടെ സൂപ്പർ മെഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ മറ്റേതും കൂടി അടിക്കണം. പിന്നെ സേഫ് സോണിനകത്ത് ഞാൻ പെട്ടുപോയി. ഇതൊരുമാതിരി പെടലാട്ട കേസ്. ഞാൻ 2 ഗ്ലൂ വാൾ ഇട്ട് അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരുത്ത് ഇറങ്ങിയവന്. അപ്പം ഞാൻ MP5 കൊണ്ട് നല്ല വെച്ച് കീച്ചി വീണ്ടും അവൻ അടിച്ച് തീർത്തിട്ടുണ്ട് കേസ്. പിന്നെ ഗ്ലൂ വാളൊക്കെ ഇട്ട് കയറിച്ചില്ല. അപ്പോൾ ആരോ എനിക്കിട്ട് നമ്മുടെ ഗ്ലൂ വാളിൻ്റെ അകത്തെ കൂടെ ഇടുന്ന പവറും കൂടി ഇട്ട് ഗൈസ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിക്ടോസിക്കായിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ ഞാൻ വീണ്ടും ഗ്ലൂ വാൾ ഇട്ട് കയറി ചെന്ന്. അപ്പോൾ ഇനി ഞാനായിരുന്നു ഗൈസ് അവസാനത്തെ എൻ്റെ ടീമിലുണ്ടായിരുന്നത്. എന്നെ തീർത്ത് ഗൈസ്. ഈ കൂണ് കാറും കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ തീർത്തേനെ. സത്യം പറയാലോ, ആ കാറും കൊണ്ട് വന്നതുകൊണ്ട് ഇവൻ വീണ്ടും എനിക്കിട്ട് എന്നെ അടിച്ച് എന്നെ തീർത്ത് ഗൈസ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോറി ഗൈസ്.